പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകത്തിൻ്റെ പ്രകാശമായ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരെയും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രഭാത പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്ന നാം ഓരോരുത്തരെയും കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ജാഗരൂകതയോടെ ഇരിക്കുവിൻ, ജാഗരൂകതയോടെ ഉണർന്നു പ്രവർത്തിക്കുവിൻ. നാം അന്ധകാരം വിട്ട് പ്രകാശത്തിലേക്ക് നയിക്കപ്പെട്ടവരാണ്. അതിനാൽ പ്രകാശത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാം, പ്രകാശത്തിൻ്റെ മക്കളായി നമുക്ക് തീരാം. എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുള്ളവരായിരിക്കുക. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമകളാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാനും ദൈവം ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്തങ്ങളെ ജാഗരൂകതയോടെ ചെയ്തു തീർക്കാനും തീക്ഷ്ണതയോടെ ചെയ്തു തീർക്കാനും ദൈവത്തോടു കൂടെ ആയിരിക്കാനും ഇന്ന് നമുക്ക് പരിശ്രമിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അതിനായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1 ലേഖനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ: സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാക്കത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്നത് ജാഗരൂകതയോടെ ഉണർന്നു പ്രവർത്തിക്കാനാണ്. കർത്താവേ, ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന, ഞങ്ങളുടെ വേദനയിലും നിസ്സഹായതയിലും ദുഃഖത്തിലും ദുരിതത്തിലും കൂടി കടന്നു പോകുന്ന നിന്റെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. പ്രകാശത്തിൻ്റെ രാജാവായ ദൈവമേ, സകല അന്ധകാരങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് നിന്റെ പ്രകാശ വലയത്തിൽ ഞങ്ങളെയും ചേർത്തുകൊള്ളണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, അങ്ങ് ഞങ്ങളെ വിളിച്ച വിളി, ഇവയിലെല്ലാം വിശ്വസ്തയോടെ ഇടപെടുവാൻ, ആഗ്രഹത്തോടെ ജോലി ചെയ്യുവാൻ, കർത്താവിൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിച്ച് കർത്താവ് ഏൽപ്പിച്ചു തരുന്ന സകല ജോലിയും ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ചെയ്തു തീർക്കാൻ ഇന്ന് കൃപ തരണമേ. കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. സമാധാനവും സംരക്ഷണവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. സഹായിക്കാൻ മറ്റാരുമില്ല, അങ്ങ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ മേൽ നീ കരം സ്പർശിക്കണമേ. കർത്താവെ, തകർന്നു കിടക്കുന്ന സാമ്പത്തിക അവസ്ഥയിൽ നിന്നും നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവെ, ഇന്നത്തെ ദിവസം കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ, ചിന്തിക്കാൻ, സംസാരിക്കാൻ ഇന്ന് നിന്റെ കൃപ ഞങ്ങൾക്ക് തരണമേ. പകലിൻ്റെ മക്കളെ പോലെ കൂടുതൽ അധ്വാനിക്കുവാൻ, ദൈവത്തിൽ നിന്നും മാത്രം പ്രതിഫലം പ്രതീക്ഷിച്ച്
ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. വേദനയിലും ദുഃഖത്തിലും നിരാശയിലും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഇനി ആരെയും നീ അനുവദിക്കരുതേ കർത്താവെ. ജീവിത വ്യഗ്രതയാൽ എങ്ങും എത്തിപ്പെടാൻ സാധിക്കാതെ ജീവിതം പരാജയത്തിലേക്ക് പോകുന്ന എല്ലാവരുടെ മേലും ഇന്ന് നിന്റെ കാരുണ്യമുണ്ടാകണമേ കർത്താവെ. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവരുടെ മേൽ നീ ശക്തമായി ഇടപെടണമേ. അവർക്ക് എല്ലാവരെയും പോലെ ജീവിക്കാനുള്ള അവസരം എല്ലാവർക്കും നൽകി, വേദനിക്കുന്ന ഓരോ മകനും മകൾക്കും നൽകി ഇന്ന് നീ അവരുടെ കൂടെ ഇരുന്ന് അവരുടെ സ്വാതന്ത്ര്യത്തെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ. മനുഷ്യർ ആരുടെയും അടിമകളല്ല എന്ന് ദൈവമക്കളാകാൻ വിളിക്കപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെയും നീ ഓർമ്മിപ്പിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതിനാൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വതന്ത്രരാകും. അതിനാൽ കർത്താവെ, ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സുരക്ഷിതത്വവും സമാധാനവും ഭദ്രതയുമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ അതിജീവിക്കാൻ പഠിപ്പിക്കണമേ കർത്താവേ. പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്ന ഈ ലോകത്തിൽ പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരിക്കാതെ പരിഹാരകനായ അങ്ങയിലേക്ക് നോക്കി ഏതു പ്രശ്നങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തിൽ നിന്നും അതിന് പ്രതിവിധി തേടി കർത്താവേ, നിന്നോട് കൂടെയായിരിക്കുവാൻ, നിന്നിൽ വസിക്കുവാൻ, നിന്നോടെല്ലാ കാര്യങ്ങളും ആലോചന ചോദിച്ച് പ്രവർത്തിക്കുവാൻ, അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ വീണ്ടും സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ, ശക്തരാക്കണമേ. ഈ പ്രഭാതത്തിൽ വേദനിച്ചിരിക്കുന്ന ഓരോരുത്തരെയും നീ തൊടണമേ കർത്താവേ. പണമില്ലാതെ ദുഃഖിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വീടും സ്ഥലവും വിൽക്കാനും വാങ്ങാനുമുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി അന്വേഷിച്ചു പോകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം എല്ലാം അങ്ങയിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു, അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒന്നുമില്ലാതെ വന്നു, ഒന്നുമില്ലാതെ പോകുന്നു. അതിനാൽ ഈ ഹ്രസ്വമായ ജീവിതത്തിൽ അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ചിന്തകളിലും വാക്കുകളിലും നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് കൂടെ ഇരുന്ന് ശക്തി നൽകി അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നെല്ലാ മേഖലയിലും ഞങ്ങൾക്ക് വിജയം നൽകണമേ ദൈവമേ. നിരാശ മാറ്റി കഷ്ടതകൾക്ക് ഒരു അർത്ഥമുണ്ട് എന്ന് തോന്നിക്കുവാൻ തക്കവണ്ണം ഇന്ന് ശക്തമായി നീ ഇടപെടണമേ. ഞങ്ങളെ നീ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, കരുണയോടെ ഞങ്ങളെ വീക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ കേൾക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്ത നാഥ, ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ, ഞങ്ങൾ കേൾക്കുന്ന വ്യക്തികൾ എല്ലാവരെയും നീ സുഭിക്ഷമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ കർത്താവേ, നിന്നെ മഹത്വപ്പെടുത്താൻ, നിനക്ക് സാക്ഷിയാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരും നിന്റെ സാക്ഷികളായി ഉയരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ, അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്നത്തെ ദിവസം എല്ലാം ശുഭകരമായിരിക്കുവാൻ, നിന്റെ നീലമേലങ്കിയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങൾ സുരക്ഷിതരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും ഉയർച്ചയും ഫലവും കാണാൻ, അഭിവൃദ്ധി കാണാൻ മാതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിങ്ങൾക്ക് സംരക്ഷണം നൽകി, നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾക്ക് വിജയം നൽകി, നിങ്ങളുടെ യാത്രയിലും പോക്കിലും വരവിലും നിങ്ങളുടെ കൂടെയിരുന്ന് ദൈവാനുഗ്രഹങ്ങളാൽ നിറച്ച് നിങ്ങളെ സംരക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ കർത്താവ് സാധിച്ചു തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, ഇതിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.